ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിങ്ങനെ 4K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു മൈൽസ്റ്റോൺ തൊട്ടരികെ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ 4K നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഗെയിമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസിങ്ങിനെ കുറിച്ചാണ്. നമുക്കൊരു പ്രോ ലെവൽ പാസിംഗ് എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആറോളം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ പ്ലേയേഴ്സിൻ്റെ സ്കില്ലിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലാൻ ഓപ്പൺ ചെയ്യാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ കളിക്കുന്ന ഒരു പ്ലെയറെ വെച്ചിട്ട് തന്നെ സംസാരിക്കാം. ഇതിൽ ഈ ഒരു പ്ലെയർക്ക് ഞാൻ കൊടുത്തേക്കുന്ന സ്കില്ല് നോക്കിക്കഴിഞ്ഞാൽ വെയ്റ്റഡ് പാസ് കാണാം, പിൻ പോയിൻറ്റ് ക്രോസിംഗ് കാണാം, അതുപോലെ തന്നെ പ്ലെയർക്ക് ബിൽറ്റിനായിട്ട് തന്നെ ത്രൂ പാസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 4 സ്കില്ല് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്രൂ പാസിംഗ്, വെയ്റ്റഡ് പാസ്, അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ്, വൺ ടച്ച് പാസ്. ഈ ഒരു 4 സ്കില്ല് നിങ്ങൾക്ക് എന്ത് തന്നെയാലും മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഫോർവേഡ് പ്ലേയേഴ്സ് ആണെങ്കിൽ ത്രൂ പാസിംഗ് മസ്റ്റാണ്, അതുപോലെ വൺ ടച്ച് പാസും മസ്റ്റാണ്. പക്ഷേ നിങ്ങൾ മിഡ് കളിക്കുന്ന പ്ലേയേഴ്സിനാണ് മെയിനായിട്ട് പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണം. കാരണം നല്ല രീതിയിൽ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. സോ മിഡിൽ കളിക്കുന്ന നിങ്ങളുടെ CMF AMF പ്ലേയേഴ്സിന് ഈ പറയുന്ന 4 സ്കില്ലും വേണം എന്നുള്ളതാണ്. നമ്മൾ സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നിങ്ങൾക്കത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കയറി കാണുക. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ സ്കില്ല് കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലെയർക്ക് നല്ല രീതിയിൽ പാസ് ചെയ്യാൻ ആവശ്യമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറെ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇതിൽ പ്രോഗ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്ലേയേഴ്സിൻ്റെ ലോ പാസ്, അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ്. ഇത് 86ഉം 84ഉം ഉണ്ട്. അത് ഗെയിമിൽ വരുന്ന ടൈമിൽ കുറച്ചുകൂടി മാനേജറുടെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് എബിലിറ്റിയിൽ നമുക്ക് പാസിങ്ങിന് ആവശ്യം നോക്കിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ലോ പാസും ലോഫ്റ്റഡ് പാസും വേണം. ലോ പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പാസ്, അല്ലെങ്കിൽ ലോഫ്റ്റഡ് പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വെയ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് ഈ ഒരു എബിലിറ്റി വേണ്ടത്. ഇത് കൂടാതെ എല്ലാവരും ധരിക്കുന്നത് ഈ ഒരു 2 കാര്യങ്ങളാണ് പാസിങ്ങിന് മെയിൻ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കൂടാതെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കിക്കിംഗ് പവറാണ്. നല്ലൊരു പാസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ത്രൂ ബോളും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ആ ഒരു പ്ലെയർക്ക് നല്ല രീതിയിലുള്ള കിക്കിംഗ് പവർ വേണം. ആ ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്ലെയർ കൊടുക്കുന്ന പാസിന് കൃത്യമായിട്ടുള്ള ഒരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ വിചാരിച്ചൊരു സ്ഥലത്ത് ആക്യുറസി മാത്രം പോരാ, ആ ഒരു പവറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്ലെയർ വിചാരിച്ചൊരു രീതിയിൽ ആ ഒരു ബോൾ നല്ല രീതിയിൽ ഡെലിവർ ആവുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് നോക്കണം. വെറുതെ കൂടുതൽ പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന കിക്കിംഗ് പവറും അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെയാണ്, ക്രോസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേളും ആവശ്യമാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പ്ലേയേഴ്സിൻ്റെ പ്രോഗ്രഷൻ പോയിന്റ് സെറ്റ് ചെയ്യാൻ. നമ്മുടെ മൂന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വാഡിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതിപ്പോൾ ജസ്റ്റ് empty ആയിട്ടുള്ളൊരു സ്ക്വാഡാണ്. ഇതിലിപ്പോൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ എടുക്കുന്നു. ഇതിൽ നമ്മൾ മിഡ് മാത്രമാണ് ഇപ്പം കവർ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും സ്കില്ല് വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞേക്കുന്ന ത്രൂ പാസിംഗ്, വെയ്റ്റഡ് പാസ്, അതുപോലെ വൺ ടച്ച് പാസിംഗ്. പിന്നീട് ഈ ഒരു 3 കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു നോക്കാം. നിങ്ങളുടെ സ്ക്വാഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സ്ക്വാഡിൽ അധികം പ്ലേയേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള മുന്നേ പറഞ്ഞ 2 പോയിന്റ് വെച്ചിട്ട് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഫിൽറ്റർ ചെയ്തിട്ട് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാൻ. ഇതിലിപ്പോൾ DMFലും SSലൊക്കെ ഈ സ്കില്ലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. സോ നമ്മൾ ഹോൾ പ്ലെയർ ഗുലിറ്റിനെ ഇടുന്നു, അതുപോലെ DMFൽ ബോക്സ് ടു ബോക്സ് ആണ്. സോ CMFൽ ആ ഒരു പ്ലെയർ ഇടുന്നു, DMFൽ റോട്ടറി ഉണ്ട്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ സ്ക്വാഡിലെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കും. സോ ഇതുപോലെ വേണം നിങ്ങളുടെ സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ. അല്ലാതെ ഏതെങ്കിലും പ്ലേയേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് നിങ്ങളുടെ സ്ക്വാഡിലുണ്ടെന്ന് വെച്ചിട്ട് മിഡ് ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റാക്കിംഗ് ഏരിയ ഒന്നും സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലേയേഴ്സിനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പാസും കാര്യങ്ങളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇതിൽ നിങ്ങൾ ഫോർവേഡ് പ്ലേയേഴ്സിനെ നോക്കുവാണെങ്കിൽ ഫോർവേഡ് പ്ലേയേഴ്സിന് മസ്റ്റായിട്ട് വൺ ടച്ച് പാസും അതുപോലെ തന്നെ ത്രൂ പാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ റൈറ്റ് വിങ്ങിൽ മെസ്സിക്ക് ഉണ്ട്. റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും നോക്കുന്ന ടൈമിൽ പിൻ പോയിന്റ് ക്രോസിംഗ് നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതുപോലെ ആണ് നിങ്ങൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും പ്ലേയേഴ്സിനെ നിങ്ങൾ ഇപ്പം DMF നോക്കിക്കഴിഞ്ഞാൽ DMFൽ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ത്രൂ പാസിങ്ങും വൺ ടച്ച് പാസും ഉള്ളതാണ്. ഈ ഒരു പ്ലെയറെ നമുക്കിടാം. പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മുടെ സുവാരസിന് ഈ 2 സ്കില്ലും ഉണ്ട്. സോ ആ ഒരു പ്ലെയറെ ഇടാം. ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് എന്താ പറയുക, നെയ്മർ. ഈ എല്ലാ സ്കില്ലും വരുന്ന പ്ലെയർ തന്നെയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും.
പിൻ പോയിന്റ് ക്ലോസിങ് ഇവിടെ കാണാം, ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ്. സോ പിന്നീട് വൺ ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്. സോ ഇതുപോലെയാണ് നിങ്ങൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നിങ്ങൾ സ്ക്വാഡ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പാസിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ഗെയിമിലൊരു വിന്നും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ സി ബിനെ നോക്കുവാണെങ്കിൽ, സി ബിയിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് വൺ ടച്ച് പാസ് വേണമെന്നില്ല, നമുക്ക് വെയിറ്റഡ് പാസും കാര്യങ്ങളൊക്കെ സി ബിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, സി ബിക്ക് മറ്റുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം. സോ നമുക്ക് വെയിറ്റഡ് പാസ് മാത്രം മതി. സി ബിയിൽ ഇടുന്ന ടൈമിൽ ഈ പറയുന്ന വെയിറ്റഡ് പാസും കാര്യങ്ങളൊക്കെ ഉള്ള സി ബി മെയിൻലി നിങ്ങൾ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ക്വാഡിൽ ലഭിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 പോയിന്റ് എന്ന് പറയുന്നത്. സ്കില്ലും ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ പ്ലെയറെ നമ്മൾ എങ്ങനെ പിക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് 3 പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലേസിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കുന്ന പ്ലേസിനെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പാസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിൽക്കരുത്. നമുക്ക് ജസ്റ്റ് ട്രെയിനിങ്ങിൽ നോക്കാം. സോ നമ്മൾ ഇതുപോലെ പാസ് കൊടുക്കുന്നു, ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള പ്ലെയർ പൊസിഷനിലാണ്, പ്ലേസിൻ്റെ ആ ഒരു എയറോ കണ്ടാൽ, എയറോ എങ്ങോട്ടാണോ ആ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾ പാസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അല്ലാതെ നിങ്ങൾ ഇതുപോലെ നിന്നിട്ട് ബാക്കിലോട്ടേക്ക് ഒരു പാസ് ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് പാസ് പോവുക. നമുക്ക് ലോഫ്റ്റർ പാസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ പ്ലേസിന് ഔട്ട് ഓഫ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പാസും കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിച്ച രീതിയിൽ പോകണമെന്നില്ല. സോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പാസ് ചെയ്യുന്ന ടൈമിൽ മെയിൻലി സ്റ്റണ്ണിങ് കാര്യങ്ങൾ, സ്റ്റണ്ണിങ് ത്രൂ പാസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി പ്ലേസിന് നല്ല രീതിയിലുള്ള ആക്യുറസി കിട്ടും. നമ്മൾ ക്രോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ടൈമിൽ മെയിൻലി ഈ പറയുന്ന സ്റ്റണ്ണിങ് പാസും കാര്യങ്ങളൊക്കെ നോക്കുക. മെയിനായിട്ട് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ ബാലൻസ് ഔട്ടായിട്ട് നിൽക്കുന്ന ടൈമിൽ ബാക്കിലെ പ്ലെയർക്ക് ഇതുപോലെ പാസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആക്യുറസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാസും കാര്യങ്ങളൊന്നും ഇതുപോലെ ചെയ്യുന്നത് വഴി കിട്ടത്തില്ല. സോ നിങ്ങൾ ബാലൻസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ മാത്രമേ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാവൂ. അതുപോലെ തന്നെ നല്ല വിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. ഈ ഒരു പ്ലെയറെ, മുന്നിലുള്ള പ്ലെയറെ നിങ്ങൾ കാണാതെ ഒന്ന് ചുമ്മാ അങ്ങ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പ്ലെയറെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഡിഫൻഡർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ടുള്ള ബാലൻസും അതുപോലെ വിഷനും കാര്യങ്ങളൊക്കെ പാസിൽ വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേസ് ലെഫ്റ്റ് ഫുട്ട് ആണെങ്കിൽ നല്ല രീതിയിലുള്ള പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഗുളിറ്റിനെ നോക്കുവാണെങ്കിൽ റൈറ്റ് ഫുട്ടാണ്, പുള്ളിക്കാരൻ റൈറ്റിൽ ആണ് കളിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു രീതിയിലുള്ള പാസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് റൈറ്റ് ഫുട്ടാണ്. സോ റൈറ്റിലുള്ള പ്ലേസ് തന്നെയാണ് വേണ്ടത്. ലെഫ്റ്റ് ഫുട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ലെഫ്റ്റ് ഫുട്ട് നോക്കുവാണെങ്കിൽ വാൻഡർവാർട്ട് എന്ന് പറയുന്ന പ്ലെയർ ലെഫ്റ്റ് ഫുട്ടാണ്. ആ ഒരു പ്ലെയറെ നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കളിപ്പിച്ചാൽ ആ ഒരു പ്ലെയറുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്ലെയറിൻ്റെ മെയിൻ ഫുട്ടിൽ നിന്നും അല്ലെങ്കിൽ ആക്യുറസിയുള്ള ഫുട്ടിൽ നിന്നും നല്ലൊരു ക്രോസ് അല്ലെങ്കിൽ വെയിറ്റഡ് പാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പ്ലെയറെ കൊണ്ടാണ് നിങ്ങൾ മെയിനായിട്ട് ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ ലെഫ്റ്റ് ഫുട്ടർ റൈറ്റിലാണ് വേണ്ടത്, എന്നാലേ കൃത്യമായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ പാസിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ലെഫ്റ്റ് ഫുട്ടുള്ള പ്ലെയർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് ഫുട്ടുള്ള പ്ലെയർ റൈറ്റ് സൈഡിലാണ് വേണ്ടത് എന്നുള്ളതാണ്. സോ നിങ്ങൾ അറ്റാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റും പാസിംഗ് ആണ് മെയിനായിട്ട് ആ ഒരു പ്ലെയറെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ലാസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഫോമാണ്. നിങ്ങൾ ഫോമില്ലാത്തൊരു പ്ലെയറെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ സ്ക്വാഡിൽ ഇടുന്നത് എന്നുണ്ടെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിലുള്ള ഫോമാണ്, ലൈവ് ആയിട്ടുള്ള ഫോമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആക്യുറസിയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു 5 പോയിന്റ് നോക്കിയാലും കിട്ടത്തില്ല. സോ നിങ്ങൾ ഫോമും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടും ഈ പറയുന്ന 5 പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.